അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും അല്ലേ? ഓരോരുത്തർക്ക് ഓരോ വിധത്തിലുള്ള പ്രയാസമായിരിക്കും. എൻ്റെ ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും ആയിരിക്കില്ല നിങ്ങളുടേത്. ഓരോ വിധത്തിലുള്ളതായിരിക്കും ഓരോരുത്തരുടെയും. കാരണം ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടും ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുള്ളതാണ് ഓരോ വിഷമവും പ്രയാസവും പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത്. അതായത് ഓരോ പ്രയാസത്തിന് ചെല്ലേണ്ട ദിക്റുകൾ, ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചെല്ലേണ്ട ദിക്റുകൾ, മാനസികമായിട്ട് നമ്മൾ തളർന്നു പോകുന്ന സമയത്ത് ചെല്ലേണ്ട ദിക്റുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യാറുള്ളത്. കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത്തരത്തിലുള്ള വീഡിയോകളാണ് ആവശ്യം. ഓരോരുത്തർ ചോദിക്കാറുണ്ട്, ഓരോ പ്രയാസവും വിഷമവും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്റുണ്ടോ ഇത്ത ചെല്ലാൻ, മാനസികമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും എൻ്റെ വീഡിയോയിൽ ഞാൻ കൂടുതലും ദിക്റുകളെ പറ്റിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഒരു കുഞ്ഞു സൂറത്താണ്, നമുക്ക് ഓതാൻ പെട്ടെന്ന് കഴിയുന്നൊരു സൂറത്താണ്. നാം എല്ലാവരും നിസ്കാരത്തിലൊക്കെ ഓതുന്നൊരു സൂറത്തും കൂടിയാണ്. ഈ ഒരു സൂറത്ത് നാം ഓതേണ്ടത് എല്ലാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷവുമായിട്ടാണ് ഓതേണ്ടത്. 5 വക്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അലം നശ്റഹ് സദ്റക് എന്ന സൂറത്തുണ്ടല്ലോ, ആ ഒരു സൂറത്ത് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും 9 തവണ ഓതിയാൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഞെരുക്കമെല്ലാം അള്ളാഹു നമുക്ക് ഇൻഷാ അല്ലാഹ് തീർത്തു തരും. നമ്മൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് എല്ലാം റാഹത്തിലാക്കി തരും. ഈ സൂറത്ത് നിങ്ങൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും, നമ്മൾ ഫർള് നിസ്കാരമില്ലേ, ളുഹർ, ഹസർ, മഗ്രിബ്, ഇശാ, ആ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെല്ലുന്ന, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ ഓരോ ദിക്റുകളൊക്കെ ചെല്ലാൻ ചില സമയത്ത് പറയാറുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുക, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുക എന്നൊക്കെ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലി പോരാറുള്ള തസ്ബീഹുകളും ദിക്റുകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാ ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ കഴിഞ്ഞു, പിന്നെ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ ആ ദുആയും കഴിഞ്ഞിട്ട് 9 തവണയാണ് അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന ഈ കുഞ്ഞു സൂറത്ത് നിങ്ങൾ ഓതേണ്ടത്. വെറും 9 തവണ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും. അപ്പം ഇത് ഓതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രയാസം, പ്രശ്നം, നിങ്ങളെ ബുദ്ധിമുട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഞാൻ എൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷം 9 തവണ ഈ സൂറത്ത് ഞാൻ ഓതും. എൻ്റെ മനസ്സിലുള്ള ഞെരുക്കമെല്ലാം അള്ളാഹ് നീ തീർത്ത് തരണേ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു രൂപത്തിൽ ഓതിയാൽ നമ്മുടെ റിസ്ക്, നമ്മുടെ ആഹാരം വിശാലമാക്കും. ഇതേ രൂപത്തിൽ നിങ്ങൾ ഓതിയാൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മനസ്സിലെ ടെൻഷന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് വേറെ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ, അപ്പം ഇത് ഓതുന്ന സമയത്തും നിസ്കാരം കഴിഞ്ഞ് ഓതുന്ന സമയത്തായാലും സംസാരിക്കാതെ ഇത് 9 എണ്ണം ഓതി തീർക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് 9 പ്രാവശ്യം അലം നശ്റഹ് സദ്റക് എന്നുള്ള ഈ സൂറത്ത് സംസാരത്തിൽ ഏർപ്പെടാതെ, അതായത് ഫസ്റ്റ് തൊട്ട് ഒന്ന് ഓതി തുടങ്ങി പിന്നെ 9 എണ്ണം പൂർത്തിയാക്കുന്നത് വരെ സംസാരിക്കാതെ ഓതുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് നല്ലത്. അതായിരിക്കും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുക. കാരണം നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടാണ് ഓതുക. അതിൻ്റെ ഇടയിൽ സംസാരിച്ചാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കേണ്ടി. നമ്മൾ എന്ത് കാര്യം, ഇനി ദിക്റ് ചെല്ലുകയാണെങ്കിലും സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി നിന്ന് ചെല്ലുക. ഒറ്റയ്ക്കൊരു സ്ഥലം കണ്ടെത്തുക. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഓരോ വീഡിയോയിലും ഈ കാര്യം നിങ്ങളോട് പറയാറുണ്ട്. എനിക്ക് ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടാറുണ്ട്. എന്ത് ദിക്റായാലും സലാത്തായാലും ഒക്കെ സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചെല്ലിയാൽ വിചാരിച്ച കാര്യം നമ്മളുടേത് അള്ളാഹു നടത്തി തരും. പിന്നെ നമ്മുടെ ശ്രദ്ധ അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം. വേറെ വേണ്ടാത്ത ചിന്തകളൊന്നും
നമുക്ക് വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഓതുമ്പോഴും ചെല്ലുമ്പോഴും ഒക്കെ വേറെ എന്തെങ്കിലും ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. അതായിരിക്കും നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഓതിയിട്ട് നമുക്ക് ഫലം കിട്ടാത്തത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓതി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളെ മാനസികമായിട്ടുള്ള വിഷമം, ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ഓതി നോക്കൂ. 9 തവണ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ ചെല്ലാറുള്ള തസ്ബീഹുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ അതിലൊന്നും മുടക്കം വരുത്തരുത്. സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊന്നും നിർത്തി വെച്ചിട്ടല്ല ഇത് ഓതാൻ പറഞ്ഞത്. അതൊക്കെ ചെയ്തതിന് ശേഷമായിട്ട് ഈ സൂറത്ത് നിങ്ങൾ ഓതുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിസ്കാരപ്പായയിൽ ഇരുന്ന് കൊണ്ട് തന്നെ ഓതാൻ കഴിയില്ല എങ്കിൽ അവിടുന്ന് എണീച്ചിട്ട് ഉടനെ ആയിട്ട് വുളു ഇല്ലെങ്കിൽ വുളു എടുത്ത് കൊണ്ട് ഓതുക. ഓതുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാതെ നോക്കുക. അതാണ് പ്രത്യേകമായിട്ട് പറയേണ്ടത്. അപ്പോൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 9 തവണ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 9 തവണ, പിന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് 9 തവണ, അസർ നിസ്കാരം കഴിഞ്ഞിട്ട് 9 തവണ, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷവും ഇശാ നമസ്കാരത്തിൻ്റെ ശേഷവും 9 തവണയായിട്ട് നിങ്ങളെ മനസ്സിലെ ഉദ്ദേശം, നിങ്ങളെ മനസ്സിലെ നിയ്യത്ത്, എന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഓതാതെ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് എൻ്റെ ഇന്ന പ്രയാസത്തിലാണ് ഞാനിത് നിയ്യത്താക്കിയിട്ട് ഈ ഒരു കുഞ്ഞു സൂറത്ത് ഞാൻ ഓതുന്നത്, എൻ്റെ പ്രയാസം തീർക്കണേ, എൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർത്ത് തരണേ, അങ്ങനെയുള്ളൊരു നിയ്യത്ത് വെച്ചിട്ട് ഓതുക. കാരണം ഒരുപാട് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഓതിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടില്ല എന്ന് വരും. അപ്പം 1-2 കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉദ്ദേശം വെക്കുക, മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ ഓതുക. ഇങ്ങനെ നിങ്ങൾ 9 തവണയാണ് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഓതേണ്ടത്. നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഓതാൻ പാടില്ല കേട്ടോ. കാരണം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇത് ഓതേണ്ടത്. നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ഈ സൂറത്ത് ഓതേണ്ടത്. പീരീഡ്സ് ഉള്ള സമയത്ത് ഓതാൻ പാടില്ല. ഖുർആൻ എടുക്കാനും ഒന്നും പാടില്ല. നമുക്കറിയാമല്ലോ, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് ഖുർആൻ എടുക്കാനോ ഓതാനോ പാടില്ല. സ്വലാത്തും ദിക്റുമാണെങ്കിൽ ചെല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല. അപ്പം പീരീഡ്സ് ഉള്ള സമയമൊക്കെ കഴിഞ്ഞ് വൃത്തിയായതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കൂ. നിങ്ങളെ മാനസികമായിട്ടുള്ള എന്ത് ഹലാലായിട്ടുള്ള പ്രയാസത്തിനും ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും, ഉറപ്പാണ്. അപ്പം ഇത് നിസ്സാരമാക്കി കളയരുത്. ഒരുപാട് പ്രശ്നവും പ്രയാസവും ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് പണം കിട്ടിയില്ല, അതുപോലെ തന്നെ ഒരുപാട് വിഷമം പറഞ്ഞിങ്ങനെ കമൻറ്റ് എഴുതുന്നവരുണ്ട്. അപ്പം നിങ്ങളോടൊക്കെയാണ് പറയുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ചെറിയ സൂറത്തല്ലേ, നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഇത് ചെയ്യാൻ. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടെ, അതായത് നല്ല ഇഖ്ലാസോടെ ഈ ഒരു കാര്യം ഞാൻ വെച്ച് എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ എൻ്റെ കാര്യം തീർന്നു കിട്ടും എന്ന ഒരു നെയ്യത്തോട് കൂടിയിട്ട്, നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാനില്ല കാര്യം ഇന്ന സൂറത്ത് ഞാൻ ഓതുന്നു ഇത്ര തവണ, എൻ്റെ ബുദ്ധിമുട്ട് തീരാനാണ്, എൻ്റെ പ്രയാസം നീ തീർത്ത് തരണേ റബ്ബേ എന്നൊരു മാനസികമായിട്ടുള്ള വിഷമത്തോട് കൂടി, ഒരു ടെൻഷനോട് കൂടിയിട്ട് കണ്ണീരോടെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും മക്കളെ, ഉറപ്പാണ്. നമുക്ക് വല്ലാത്തൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലേക്കട് വന്നാൽ, പെട്ടെന്നൊരു പ്രയാസപ്പെടുത്തുന്ന ഒന്ന് വന്നാൽ, ഒന്നും വരാതിരിക്കട്ടെ, നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മളാകെ തളർന്നു പോകുന്ന സമയത്ത് ഒരു വിളിയുണ്ട് നമുക്ക് അള്ളാനല്ലേ, എൻ്റെ റബ്ബേ എന്നെ എനിക്ക് ആക്കണേ, ആ വിളി അള്ളാഹ് കേൾക്കും. അതുപോലെ മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയിട്ട് മനസ്സിൽ തട്ടി, നീയല്ലാതെ എനിക്കാരുമില്ല, നീ മാത്രമാണ് എനിക്കുള്ളത്, ആരുമുണ്ടായിട്ട് കാര്യമില്ല മക്കളെ, നമ്മളെ കൈവിടാഞ്ഞാൽ മതി. ഇനി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, അതൊക്കെ ഒരാൾ തന്നാലൊന്നും നമുക്ക് എവിടെയും എത്തില്ല അല്ലേ. അള്ളാഹു നമുക്ക് തരാൻ വിചാരിക്കണം, എന്നാലേ നമുക്ക് മനസ്സ് നിറയുള്ളൂ. അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
ഇഷ്ടം പോലെ അള്ളാൻ്റെ അടുത്തുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ച് ദുആ ചെയ്ത് വാങ്ങുക. ഒരു പ്രാവശ്യം കുറേ പ്രാവശ്യം ദുആ ചെയ്തു, ഞാൻ കുറേ കാലമായി ദുആ ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങളൊന്നും നടന്നില്ല, അങ്ങനെ പറഞ്ഞ് നിർത്തിവെക്കാതെ വീണ്ടും വീണ്ടും അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹ് കേൾക്കും. അള്ളാഹ് നമ്മളെ വിളിക്ക് ഉത്തരം നൽകും, ഉറപ്പാണ്. നമ്മൾ നല്ല തെക്കുവയോട് കൂടി നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിനോട് എന്നുള്ളൊരു വിളി വിളിച്ചാൽ തന്നെ അള്ളാഹ് കേൾക്കും. പിന്നെ നമുക്ക് മാനസികമായിട്ടുള്ള ഓരോ പ്രയാസം വരുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ അള്ളാഹിനെ വിളിക്കേണ്ടതും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതും. നമ്മൾ എപ്പോഴും അള്ളാഹിനെ ഓർക്കണം, അള്ളാഹിനെ മറക്കരുത്. നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള എന്തെങ്കിലും നമ്മൊരു വാർത്ത കേൾക്കുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു സന്തോഷമുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് അള്ളാഹിനെ നമ്മൾ ഓർക്കണം. അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ പറയണം, ഹംദ് ചെയ്യണം അള്ളാഹിനോട്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്. ദുആ ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ആ വിളിക്ക് ഉത്തരം നമുക്ക് നൽകും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രയാസം എനിക്ക് എൻ്റെ റബ്ബുണ്ട്, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും, ഉറപ്പാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. ആരൊക്കെ നമ്മളെ തള്ളിയാലും അള്ളാഹ് നമ്മളെ തള്ളില്ല മക്കളെ, അള്ളാഹ് നമ്മളെ തള്ളില്ല, ഉറപ്പാണ്. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് നിങ്ങൾ ഈ ദിക്റായാലും ഖുർആനിലെ ആയത്തുകളായാലും സ്വലാത്തുകളായാലും അള്ളാഹുവിനോട് ദിക്റും സ്വലാത്തും ചൊല്ലി നിങ്ങളെ പ്രയാസവും പ്രശ്നവും ആരും കേൾക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തോളി. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിന് സമാധാനം അള്ളാഹ് തരും. നിങ്ങളെ കണ്ണീര് അള്ളാഹ് ഒപ്പും, ഉറപ്പാണ്. നിങ്ങളെ കുടുംബത്തിൽ സമാധാനം അള്ളാഹു ഉണ്ടാക്കി തരും, ഐശ്വര്യം ഉണ്ടാക്കി തരും, പണം അള്ളാഹ് തരും, കടം അള്ളാഹു വീട്ടി തരും, ബുദ്ധിമുട്ട് അള്ളാഹു നീക്കി തരും, നിങ്ങളെ മക്കളെ അള്ളാഹ് നന്നാക്കി തരും. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞ് കമൻറ്റ് എഴുതുന്നവരോടൊക്കെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരിക്കലും വിഷമിക്കരുത്. എന്ത് പ്രയാസം വന്നാലും അള്ളാഹുവിനോട് ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹ് അതിന് നിങ്ങൾക്ക് ഉത്തരം നൽകും, ഉറപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ടും ഒരാഴ്ച 7 ദിവസമായിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക, മനസ്സിലൊരു നിയത്ത് വെച്ചിട്ട്. അതായത് നിങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ, നിങ്ങളെ ബുദ്ധിമുട്ട് എന്താണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത വീഡിയോയിൽ ഇസ്ലാമികപരമായിട്ടുള്ള ദിക്റുകളും സലാത്തുകളോ ഖുർആനിലെ ആയത്തൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.